ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ മിക്കപ്പോഴും തന്നെ 9:30 to 8 ഷിഫ്റ്റ് ആണ് കേട്ടോ ചെയ്യാറ്. രാവിലെ 9:30 തൊട്ട് രാത്രി 8 മണി വരെയുള്ള ഷിഫ്റ്റ്. അപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഇപ്പോഴത്തെ ഒരു സമയത്ത്, അതായത് വിന്ററിലെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഉള്ള ഒരു അവസ്ഥ ഇതാണ്. നമ്മൾ നടന്നാണ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നത്, ഷിഫ്റ്റിന് പോകുന്നതും തിരിച്ചു വരുന്നതും നടന്നാണെന്നുള്ള കാര്യം ഞാൻ വീഡിയോസിൽ സാധാരണ പറയാറുണ്ട്. അപ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും വിന്റർ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തിരിച്ചുള്ള നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്കുള്ള വഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന നമ്മുടെ തിരിച്ചുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വിജനമായിട്ടുള്ള വഴി കൂടെയാണ്. അതായത് ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് അധികം ആൾക്കാർ അങ്ങനെ ഇറങ്ങി നടക്കാറില്ല. നമ്മൾ സമ്മറിലായിരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. 8:30 9:30 ഒക്കെ ആകുമ്പോഴേക്കും നല്ല വെട്ടം ഉണ്ടായിരുന്നു സമ്മറിന്റെ ഒരു ടൈമിൽ. അത് കഴിഞ്ഞ് ഓരോ മന്ത്സ് കഴിയുന്ന ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം ഇങ്ങനെ ഇരുട്ടിന്റെ ഒരു എക്സ്റ്റെൻഡ് ഇങ്ങനെ കൂടി വരുന്നത് പോലെ നമുക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും എക്സാക്ട്ലി 3:30 ആകുമ്പോഴേക്കും കറക്റ്റ് രാത്രിയും തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ തിരിച്ചുള്ള നമ്മുടെ വരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇരുട്ടത്ത്. അപ്പൊ ഇടയ്ക്ക് വരുന്ന വഴിക്ക് 1-2 കടകളൊക്കെ ഉണ്ട്, എല്ലായിടത്തും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും അല്ല, എന്നാലും കുറെ സ്ഥലങ്ങളിലൊക്കെ തന്നെ വീടുകളുണ്ട്. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ വീടിനകത്ത് ഒരു വാതിലടയ്ക്കും. അപ്പൊ പുറത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും സൗണ്ട് കേട്ടാലോ എന്തെങ്കിലും സംഭവിച്ചാലോ പുറത്തേക്ക് അധികം ആരെങ്കിലും തന്നെ ഇറങ്ങി ഇടപെടില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സ്പീഡ് കുറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റ് വരും, അല്ലെങ്കിൽ നല്ല സ്പീഡ് നടന്നിട്ടുണ്ടെങ്കിൽ 15-20 മിനിറ്റിന്റെ ഇടയ്ക്ക് അത്രയും നടക്കാനായിട്ടുള്ള ദൂരം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ സമാധാനത്തിലാണ് നടക്കാറ്. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്നും തന്നെ മിക്കപ്പോഴും ഞാൻ ഓടിയോ പോകാറ്, കാരണം വൈകി ഇറങ്ങുന്നുണ്ട്. പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന 9:00 ഷിഫ്റ്റ് ആയതുകൊണ്ട് 9 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോഴേക്കും നല്ല വെട്ടം ഉണ്ടാക്കാറുണ്ട്. സാധാരണ ഒരു 7:30 കഴിയുമ്പോൾ 8 മണി ആവാറാവും ഇപ്പൊ സൺറൈസ് ആകണമെങ്കിൽ, അതായത് സൂര്യൻ ഉദിക്കണമെങ്കിൽ 8 മണി ആവണം എന്നാട്ടോ പറയുന്നത്. വിന്ററിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ചിലപ്പോൾ എനിക്ക് കൊളീഗ്സ് ആരെങ്കിലും ഒക്കെ ലിഫ്റ്റ് തരും കേട്ടോ, കാരണം രാത്രിയിൽ ഇരുട്ടത്ത് തണുപ്പത്ത് ഒറ്റയ്ക്ക് നടന്നു പോകണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും അങ്ങനെ അത്ര ഹെൽപ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ അത്ര ഫ്രണ്ട്ലി ആയിട്ടോ ഉള്ളവരുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കാറുണ്ട്, നമുക്ക് ലിഫ്റ്റ് തരാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞൊരു സഹായം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഔദാര്യമൊക്കെ രീതിക്കാണ് നമ്മളങ്ങനെ വെച്ചാൽ അതൊരു മോശമായിട്ടുള്ള രീതിക്കല്ല, അങ്ങനെയാണ് പൊതുവെ ഇവിടുത്തെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറില്ല. എനിക്ക് നടന്നു പോകുന്നത് തന്നെയാണ് ഇഷ്ടം എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ ശരിക്കും രാത്രിയിലല്ല, രാവിലെ ആണെങ്കിൽ പോലും നടന്നിങ്ങനെ പോകുന്നത് ഹെൽത്തി ആണ്, ഒരു റിഫ്രഷ്മെന്റ് ആണ്. പക്ഷെ രാത്രിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇരുട്ടത്തായതുകൊണ്ട് നല്ലപോലെ പേടിയാകും കേട്ടോ. സമ്മറിൽ ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഈ വഴികളിൽ എങ്ങനെ പോലും ആളുകൾ ഉണ്ടാവുമായിരിക്കും. പട്ടികളെ കൊണ്ടൊക്കെ നടക്കാൻ ഇറങ്ങുന്നവരൊക്കെ ആയിട്ട് വഴിയിൽ നിറയെ ആളുകൾ ഉണ്ടാവും. ഇപ്പോഴാണെങ്കിൽ കൂടെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ 1-2 പേരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം പട്ടികളെ കൊണ്ട് നടക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ നടക്കുന്നവർ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. എന്നിരുന്നാൽ കൂടി അധികം ആൾക്കാർ ഉണ്ടാവാറില്ല പൊതുവെ. ഇനി വേറൊരു സ്കേറി ആയിട്ടുള്ളൊരു പാട്ട് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മനുഷ്യന്മാരെ നല്ലപോലെ പേടിയുണ്ട്. അതുപോലെ തന്നെ ഈ കുറുക്കന്റെ എന്തോ ഫാമിലിയിൽപ്പെട്ട ജന്തുക്കൾ ഇവിടെ ഇപ്പൊ UK യിലുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. അതിനെ കാണാത്തവർ ഇവിടെ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പൊ അതിങ്ങനെ വഴിയിൽ എല്ലായിടത്തും തന്നെ ഉണ്ടാവും കേട്ടോ. വഴിയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റീസിലൊന്നും അല്ല, ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ വഴി കൂടെ ഒക്കെ ഈ സാധനം ഉണ്ടാകും. അപ്പൊ നമ്മളെ കണ്ടു കഴിയുമ്പോൾ അത് നമ്മളെ ഒന്ന് ഉപദ്രവിക്കാനായിട്ട്, ഇവിടെ ആരും ആ സാധനം ഉപദ്രവിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് വരില്ല. നമ്മുടെ അനക്കം കേൾക്കുമ്പോൾ തന്നെ അത് ഓടിക്കളഞ്ഞോളൂ. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു സാധനത്തിന് വഴിയിൽ അവിടെ ഇവിടെയൊക്കെ കാണും. ഞാനിപ്പോ ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് നടക്കുമ്പോൾ ഒരു 2-3 സ്ഥലത്തെങ്കിലും അങ്ങ് ആ സാധനത്തിന് ഞാൻ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിനെ കാണുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയുള്ള കാര്യം. നമുക്ക് മൈൻഡ് കൊണ്ട് അറിയാം ഈ സാധനം നമ്മൾ ഉപദ്രവിക്കത്തൊന്നും ഇല്ലാന്ന്. എന്നാൽ കൂടെ നമുക്ക് ചെറിയ പേടിയുള്ളൊരു കാര്യമായിട്ടോ. ഞാൻ അതാ നിന്ന സ്പോട്ടിന്റെ അടുത്തെത്തുമ്പോൾ ഞാൻ ചുറ്റുമൊക്കെ ഒന്ന് നോക്കി, ഇനി അത് അവിടെ വല്ല ഒളിച്ച് നിന്നിട്ട് ഞാൻ വരുമ്പോൾ അടുത്തേക്ക് ചാടി കടിക്കാൻ. നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അങ്ങനെ പല പല ചിന്തകൾ നമുക്ക് വരുമല്ലോ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമ്പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് തമാശയൊക്കെ പറഞ്ഞ് കുറുക്കനെയൊക്കെ ഓടിച്ച് കളിച്ചൊക്കെ നടക്കാം. പക്ഷെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സ്കെയറി ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഇന്നലെ വേസ്റ്റ് പോകുന്ന ദിവസമായിരുന്നു കേട്ടോ. വേസ്റ്റിന്റെ ബിന്നൊക്കെ തിരിച്ചെടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ച് തിരിച്ചു വന്നപ്പോൾ എനിക്കിതുവരെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. മോശമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷണം, പിടിച്ചുപറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടല്ല. നാട്ടിലെ പോലത്തെ വേറെ പ്രശ്നങ്ങൾ, കയറി പിടിക്കുക
ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. എന്നാലും പൊതുവെ അങ്ങനെ മോഷണം, പിടിച്ചുപറി, ദേഹോപദ്രവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളവർക്ക് പേടി. അപ്പൊ ഇവിടെ ഉള്ളവർ, ഇവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ളവർ, ബ്രിട്ടീഷുകാർ, ഞാനിങ്ങനെ നടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അവർ പറയും സൂക്ഷിച്ചോണം, രാത്രി അത്ര സേഫ് അല്ല, UK ശരിക്കും പറഞ്ഞാൽ അത്ര സേഫ് ഒന്നും അല്ല എന്നൊക്കെ ആൾക്കാർ ഇവിടെ ഉള്ളവർ പറയും. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ റൂമിൽ കയറുന്നോടെ വരെ ഇരുട്ട് തന്നെയാന്ന് വേണമെങ്കിൽ പറയട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാനായിട്ടുള്ള പരിപാടിയിലേക്ക് കയറാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത്.